നമസ്കാരം. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം. അവരവരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് മനസ്സ് ഉരുകി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരം. നാമജപം ശീലിക്കണം എന്നുള്ളതാണ് ശാസ്ത്രപ്രകാരം ഉള്ളത്. കാരണം നാമജപം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നു, മനസ്സിന് ക്ലാരിറ്റി ലഭിക്കുന്നു. മനസ്സിന് ക്ലാരിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നന്നാവും. അതായത് നാം ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്നുള്ളത്. തദ്വാര നല്ല റിസൾട്ട് ലഭിക്കും. ശ്രദ്ധ കൂടും. ശ്രദ്ധയാ വിന്ദതേ വസു ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ശ്രദ്ധ കൂട്ടുവാനായിട്ടാണ് നാം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ശ്രദ്ധ എന്നുള്ളത് എന്താണ്? ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ തത്വബോധ അവധാനത സാ ശ്രദ്ധ എന്ന് പറയുന്നു. അപ്പോൾ ഈ ശ്രദ്ധ നമുക്ക് ലഭിക്കണം, മനസ്സിന് ക്ലാരിറ്റി ഉണ്ടാകണം, നാമജപം ജപിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, നാം ഏത് ക്ഷേത്രത്തിലേക്കാണ്, ആരുടെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് മുന്നേ കൂട്ടി തന്നെ നമുക്കറിയാം. ഞാൻ ശിവൻ്റെ ക്ഷേത്രത്തിലാണ് പോകുന്നത്, അപ്പോൾ നമഃശിവായ ജപിക്കാമല്ലോ. അപ്പോൾ ആ ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ നമഃശിവായ 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 ജപിച്ചു പോകാം. അതിൽ ദോഷം ഇല്ല എന്ന് മനസ്സിലാക്കുക. ശിവ ശിവ ജപിക്കണോ? ശിവ 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 ശിവ, ഇല്ലെങ്കിൽ ശംഭോ മഹാദേവ ജപിക്കാമല്ലോ. ഞാൻ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലാണ് പോകുന്നത് എന്ന് മുന്നേ തന്നെ എനിക്കറിയാം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഈ നാമജപം ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നത് മുതൽ പുറത്തിറങ്ങുന്നത് വരെ ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് എനിക്ക് വീട് വേണം, ആ വസ്തു വേണം, ഇത് വേണം ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ചിലർ സങ്കടങ്ങളൊക്കെ ഭഗവാന്റെ അടുത്ത് പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് പറയാൻ പാടില്ല എന്നൊന്നും എവിടെയും പറയുന്നില്ല, തീർച്ചയായിട്ടും പറയാം. കുറച്ചുകൂടി ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സുള്ള വ്യക്തി തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: ദേവനറിയാം നമുക്ക് എന്ത് വേണം എന്നുള്ളത്. അപ്പോൾ നാമജപം ശീലിക്കുന്നതാണ് ഉത്തമം. കാരണം മനസ്സിനെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ്. മനസ്സ് മുഴുവനും അഴുക്കാണ്. ശരീരേ പാപ്മനോഹിത്വ എന്ന് പറയുന്നു. അപ്പോൾ ഈ ശരീരത്തിലുള്ള മനസ്സ് തന്നെയാണ് ചിന്തയ്ക്ക് പ്രേരണീയം. നമ്മൾ പാപപ്രവൃത്തികൾ, ദുഷ്പ്രവൃത്തികളെല്ലാം തന്നെ സാഹചര്യം അനുസരിച്ച് ചെയ്ത് മുന്നോട്ട് പോരുകയാണ്. അതങ്ങനെ ക്രമേണ കുറഞ്ഞ് സത്വബുദ്ധിയിലേക്ക്, സത്വഗുണത്തിലേക്ക് മനുഷ്യൻ നീങ്ങണം എന്നുള്ളതാണ്. അതിന് നാം ആശ്രയിക്കുന്നത് ക്ഷേത്രങ്ങളെയാണ്, ദേവതകളെയാണ് ആ ബുദ്ധി വരുവാനായിട്ട്. ശിവന് നമ്മളെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, നമുക്കാണ് ശിവനെ ആവശ്യം. അതുകൊണ്ട് ശിവൻ്റെ അഷ്ടോത്തരം പഠിക്കുന്നു, അതിൻ്റെ പേരിലെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്നു, നാമജപം ശീലിക്കുന്നു, ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഓം ശിവായ നമഃ എന്ന് പറഞ്ഞ് ജപിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ആചാരം നിലനിൽക്കും. ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടി പഠിക്കും, മറ്റൊരു കുട്ടിയിൽ നിന്ന് 10 പേർ പഠിക്കും. അങ്ങനെ ശീലം മുന്നോട്ട് പോകും. ശീലം സർവത്ര വൈധനം. ഈ ഒരു ശീലം നമുക്ക് നടപ്പിലാക്കുവാനായിട്ട് ഇന്ന് റെസിഡൻഷ്യൽ അസോസിയേഷൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഓരോ റെസിഡൻസ് അസോസിയേഷനിലും ഒരു ചെറിയ നാമജപ ക്ലാസ്, ഒരു 10 ദിവസത്തെ ക്ലാസ്സോ 5 ദിവസത്തെ ക്ലാസ്സോ ഒന്ന് അറേഞ്ച് ചെയ്യുക. അങ്ങനെ ഒരു 5 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ നാമം, ഇതിനൊന്നും വലിയ ഒരു സന്നാഹങ്ങളോ സന്നദ്ധ സന്നാഹങ്ങളോ ഒന്നും, അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. ഒരു 15 മിനിറ്റ് ക്ലാസ് വെക്കുക. അധികം സംഭാഷണമൊന്നുമില്ലാതെ തന്നെ അവരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുക. ഹരേ രാമ പഠിപ്പിക്കാം, നമഃശിവായ, കൃഷ്ണൻ്റെ ചെറിയ ശ്ലോകങ്ങൾ പഠിപ്പിക്കാം. എന്നിങ്ങനെ കൊച്ചു ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവർ ഈ ശ്ലോകം ബൈഹാർട്ടായിട്ട് ചൊല്ലി ശീലിച്ച് മുന്നോട്ട് പോകും. ക്ഷേത്രത്തിനകത്ത് അവർ നാമജപം ശീലമാക്കും. ഒരാൾ ശീലിക്കുന്നു, 10 പേർ ശീലിക്കുന്നു, 100 പേർ ശീലിക്കുന്നു, 1000 പേർ ശീലിക്കുമ്പോൾ ആ അന്തരീക്ഷം നല്ലൊരു പോസിറ്റീവ് എൻവിറോൺമെൻറ്റായിട്ട് മാറുകയാണ്. അങ്ങനെ പതുക്കെ സദാചാരം നിലനിന്ന് പോകുകയാണ്. അങ്ങനെ സമൂഹ മനസ്സിനെ ഒരുപക്ഷെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിച്ചേക്കാം, അറിയില്ല. ഇത് ഭക്തരുടെ കൂട്ടായ്മയാണ്. ശബരിമലയിൽ പോകുമ്പോൾ ശരണം വിളിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ ഞാൻ ഉച്ചത്തിൽ ശരണം വിളിക്കണോ എന്നില്ല. കാരണം കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ശരണം വിളിക്കുന്നു, ശബരിമല സന്നിധിയിലെത്തുന്നു, മനസ്സുരുകി അയ്യപ്പനെ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം, ഒരു സെക്കൻഡ് മാത്രമേ നമുക്കുള്ളൂ. സ്വാമിയെ ശരണമയ്യപ്പ എന്നല്ലാതെ വേറെ എന്താണ് മനസ്സിൽ വരിക എന്നറിയില്ല. അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും നാമജപം ശീലമാക്കുക. ഇന്ന് ക്ഷേത്രങ്ങളിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ശബ്ദം നാമജപത്തിന് മാത്രം എന്നുള്ളതാണ്. ഈ ശബ്ദം എന്നുള്ളത് ഉച്ചത്തിൽ പറയുവാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതിനെ നമ്മൾ വളരെ പതുക്കെ ഉച്ചരിക്കുന്നു, മനസ്സിൽ തന്നെ ജപിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. ഇത് ഏവരും പതുക്കെ ശീലിച്ച് അതൊരു ശീലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാകയാൽ അന്തരീക്ഷം ശുദ്ധമാകും. ക്ഷേത്ര അന്തരീക്ഷം
പോസിറ്റീവ് എനർജിയോടുകൂടി നിലനിൽക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നമസ്കാരം.